ശ്വാസം മുട്ടൽ അഥവാ വലിവിന് ചൂടിക്കയറ് സമർപ്പിക്കുന്ന ഒരമ്പലം. രോഗികൾ മാറാരോഗ മുക്തിക്കായിട്ട് ഭജന ഇരിക്കുന്നതും ഇവിടെയാണ് കേട്ടോ. സർവ്വരോഗ സംഹാരി പറഞ്ഞു വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള വൈദ്യനാഥ ക്ഷേത്രം കാഞ്ഞിരങ്ങാടാണ് ഈ ഒരു അമ്പലം ഉള്ളത്. ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാൻ നോക്കാം. ട്രെയിൻ മാർഗ്ഗമാണ് നിങ്ങൾ വരുന്നത്. മലപ്പുറം തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. എല്ലാ ട്രെയിനും അവിടെയായിരിക്കും സ്റ്റോപ്പ് ഉണ്ടാവുന്നത്. അവിടുന്ന് നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തളിപ്പറമ്പ് വഴി ആലക്കോട് നടുവിൽ പോയിട്ടുള്ള ബസ് കയറിയിട്ട് കാഞ്ഞിരങ്ങാട് ഇറങ്ങാം. അതല്ലെങ്കിൽ തളിപ്പറമ്പ് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ആലക്കോട് നടുവിൽ നിന്നുള്ള ബസ് കയറിയിട്ട് നമുക്ക് കാഞ്ഞിരങ്ങാട് പോയിട്ട് ഇറങ്ങാം. ഈ ഒരു തളിപ്പറമ്പിലേക്ക് ഒരു 3/4 മണിക്കൂറും അവിടുന്ന് ഒരു 10-15 മിനിറ്റിന് കൊണ്ട് നമ്മൾ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലെത്തും കേട്ടോ. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറും 200 മീറ്റർ മാത്രമാണ് ഈ ഒരു അമ്പലത്തിലേക്ക് ദൂരെയുള്ളൂ. ഇവിടെ പ്രധാന ദിവസം ഞായറാഴ്ചയാണ്. കുന്തിദേവി തൻ്റെ ഭർത്താവിൻ്റെ പാണ്ഡുരോഗം മാറാൻ വേണ്ടിയിട്ട് വൈദ്യനാഥനെ ഭജിച്ച് ദർശനം നേടിയെന്നും ഈ ഒരു അമ്പലത്തിനെ പറ്റി ഐതിഹ്യമുണ്ട്. ജന്മനക്ഷത്രങ്ങളിൽ അശ്വതി നക്ഷത്രമുള്ള ആൾക്കാർ ഇവിടെ ഒരിക്കലെങ്കിലും വന്നു തൊഴുത് പ്രാർത്ഥിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റി പ്രധാനമായിട്ട് പറയപ്പെടുന്നത് ത്വക്ക് രോഗത്തിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയിട്ട് 12 ആദിത്യന്മാരിൽ ഒരാൾ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് പൂജ നടത്തിയെന്നും പറയുന്നുണ്ട്. അടുത്ത വിശ്വാസമായിട്ട് പറയുന്നത് ചോള രാജാവായിട്ടുള്ള ശതസോമൻ അന്തർജനങ്ങൾക്ക് ഭജന ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. 8-ാം നൂറ്റാണ്ടിൻ്റെ മുൻപാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞതെന്നും പറയുന്നുണ്ട്. കിഴക്കോട്ട് ദർശനായിട്ടുള്ള ശിവന് ക്ഷീരധാരയും ജലധാരയും നെയ്വിളക്കും വഴിപാടായിട്ട് നൽകി ഭജന ഇരുന്നാൽ കണ്ണുകളുടെ രോഗവും ത്വക്ക് രോഗവും ഭേദാവുമെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഒരു കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിൽ വന്ന മറ്റ് 2 ക്ഷേത്രങ്ങളും കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ദർശിക്കേണ്ടതുണ്ട്. ഒരെണ്ണം നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രവും പിന്നെ നമ്മുടെ തൃച്ചംബരവും. ഇതെല്ലാം വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രോഗശാന്തി നൽകുന്ന വൈദ്യനാഥനായിട്ടുള്ള പരമശിവനാണ് പ്രധാന പ്രതിഷ്ഠ. നൂറ്റാണ്ടിൻ്റെ പഴക്കവും അഗാധമായിട്ടുള്ള ആത്മീയ പാരമ്പര്യമുള്ള ഈ ഒരു ക്ഷേത്രം വടക്കൻ കേരളക്കാരുടെ ഭക്തി ജീവിതത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. പ്രധാന വഴിപാടായിട്ട് ക്ഷീരധാരി ജലധാരി എന്നതാണ്. അതുകൂടാതെ തന്നെ അകത്തുള്ള കിണറിലെ വെള്ളം തീർത്ഥം വളരെ മികച്ചതാണ്. ഇവിടെ അടുപ്പിൽ വിറകിൻ്റെ വെണ്ണീരാണ് അവിടെ പീഠത്തിൽ വെച്ച് പൂജിച്ച് പ്രധാനമായിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവിടെയുള്ള ചിറയുടെ ഉള്ളിൽ 4 കിണറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കാഞ്ഞിരത്തറ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു കാഞ്ഞിരത്തറയിൽ ഇരുന്നിട്ടാണ് കുന്തിദേവി മഹാഭാരത യുദ്ധം ജയിച്ചതെന്നും കേൾക്കുന്നുണ്ട്. ഉത്തര കേരളത്തിലെ സ്ത്രീകൾ കുട്ടികളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് തൊഴുതു വന്നിരുന്ന ക്ഷേത്രങ്ങളാണ് ഈ 3 ക്ഷേത്രങ്ങളും. കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവും. ഈ അമ്പലത്തിൽ വന്ന മറ്റ് 2 അമ്പലങ്ങൾ നിർബന്ധമായിട്ടും ദർശിക്കാതെ പോകരുതെന്നും പറയുന്നുണ്ട്. രാജരാജേശ്വരൻ നമ്മുടെ കുഞ്ഞിന് പ്രതാപവും, വൈദ്യനാഥൻ ആയുരാരോഗ്യ സൗഖ്യവും, തൃച്ചംബരത്തപ്പൻ സ്വഭാവ ഗുണവും നൽകുക എന്നാണ് പറയപ്പെടുന്നത്. നല്ല കാലത്തിന് വേണ്ടിയിട്ട് അമ്പലങ്ങൾ ദർശിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ രാജരാജേശ്വരനെ സ്ത്രീകൾക്ക് പകല് കയറി തൊഴാൻ കഴിയില്ല കേട്ടോ. അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് ഭഗവാനെ തൊഴാൻ കഴിയുള്ളൂ. എന്നാൽ വർഷത്തിൽ ഒരു ദിവസം, അതായത് ശിവരാത്രി ദിവസം സ്ത്രീകൾക്ക് പകല് ഭഗവാനെ തൊഴാം എന്നതും വളരെ പ്രത്യേകതയുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ ഈ വൈദ്യനാഥ ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ അന്നദാനമുണ്ട്. ഈ 3 ക്ഷേത്രങ്ങളും തളിപ്പറമ്പ് പട്ടണത്തിന് ചുറ്റുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ പലർക്ക് അന്ധവിശ്വാസമൊക്കെ ആയിട്ട് തോന്നാം. വിശ്വസിക്കുന്നവർക്ക് ഇതൊരു വിശ്വാസവും അല്ലാത്തവർക്ക് ഇതൊരു അന്ധവിശ്വാസമായിരിക്കും. ചിലർ ചോദിക്കുന്നുണ്ടാവും, അസുഖം വന്നു കഴിഞ്ഞാൽ അമ്പലത്തിലാണോ പോകേണ്ടത്, ഡോക്ടറെ അടുത്തല്ലേ പോകേണ്ടത്? പക്ഷെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും. അസുഖം കംപ്ലീറ്റ് മാറുമെന്നല്ല, നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. ഈ ഒരു അമ്പലത്തിലെ ക്ഷേത്രച്ചിറയിലെ സ്നാനം, ക്ഷേത്രത്തിലെ ദർശനം, പ്രദക്ഷിണം, അഭിഷേക തീർത്ഥം, സേവ എന്നിവ സർവ്വരോഗ നിവാരണമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. വൈദ്യനാഥന് ചൂടിക്കയറ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ രോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. മാറാ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനായിട്ട് ഭജനമിരിക്കാൻ ദൂരെ നിൽക്കുന്നത് പോലും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവർക്ക് ഭജന ഇരിക്കുന്ന ദിവസങ്ങളിൽ താമസിക്കുന്നതിനായി ഭജനപുര ക്ഷേത്രത്തിന് വെളിയിലായുണ്ട്. രോഗനിവാരണത്തിനായിട്ട് എത്തുന്നവർ വെള്ളി സാധനങ്ങൾ സമർപ്പിക്കുന്നതും ഇവിടെ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. രോഗമുള്ള അവയവങ്ങളുടെ രൂപമോ പൂർണ്ണ ആൾരൂപമോ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഇത്. ഔഷധങ്ങൾ ചേർത്ത പാലുകൊണ്ട് നടത്തുന്ന ക്ഷീരധാര, ജലധാര, നെയ്വിളക്ക്, കൂവളമാല എന്നിവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ.
വെണ്ണ പൊതിഞ്ഞ ധാര ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷ സമർപ്പണമാണ്. ഇവിടുത്തെ ആലിനും കാഞ്ഞിര മരത്തിനും ദിവ്യസിദ്ധിയുണ്ടെന്നും വിശ്വാസമുണ്ട്. ഇവിടെ കിഴക്കോട്ട് ദർശനമായിട്ട് ശ്രീലകത്ത് കുടികൊള്ളുന്ന ശിവന് ഉപദേവതകളായി അയ്യപ്പനും ഗണപതിയും ഭഗവതിയുമാണ്. കേരളത്തിലെ ഏക വൈദ്യനാഥ ക്ഷേത്രമാണെന്നും പറയപ്പെടുന്നുണ്ട്. കേരളീയ വാസ്തുവിദ്യയുടെ തനിമ വിളിച്ചോതുന്ന ലളിതവും മനോഹരമായിട്ടുള്ള ശൈലിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കും ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ. കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന അതിമനോഹരമാണ്. ക്ഷേത്രത്തിൽ കൊടിമര ഇല്ലെന്നത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമായിട്ട് കൊണ്ടുപോകുന്നത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ആറ് ഞായർ. മലയാള മാസം 6-ാം തീയതി ഞായറാഴ്ച വന്നാലാണ് വൈദ്യനാഥനെ ദർശിക്കാൻ ഉത്തമമാണെന്ന് പറയപ്പെടുന്നത്. അന്ന് ക്ഷേത്രത്തിൽ പ്രധാന പൂജകളും വഴിപാടുകളും നടത്താറുണ്ട്. ചോറൂണ്, ചുറ്റുവിളക്ക്, ത്രിമധുരം, തുലാഭാരം, ഇളനീർ അഭിഷേകം തുടങ്ങിയ മറ്റു വഴിപാടുകളും ഇവിടെയുണ്ട്. കുടുംബ ഐശ്വര്യത്തിനും മനഃശാന്തിക്കും ദോഷശാന്തിക്കുമായിട്ട് പലതരം വഴിപാടുകളും ഭക്തർ ഇവിടെ നടത്തുന്നുണ്ട്. നമ്മുടെ വടക്കൻ കേരളത്തിലെ ത്രിമൂർത്തി ക്ഷേത്രത്തിലൊന്നാണ് കേട്ടോ ഈ ഒരു കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. മറ്റ് 2 ക്ഷേത്രങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തൃച്ചംബരം ക്ഷേത്രവും രാജരാജേശ്വരമാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിൻ്റെ പേര് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രധാന കാരണം അമ്പലത്തിന് പുറത്ത് ഒരു പടുകൂറ്റൻ കാഞ്ഞിര മരമുണ്ട്. അതിൽ നിന്നാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വസ്ത്രം മാറാനുള്ളൊരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. വലിയൊരു കുളക്കടവും കൂടിയാണ് ഇവിടെ ഉള്ളത്. കുറച്ച് ഭാഗങ്ങളിൽ ഈ ഒരു പായലൊക്കെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ പോയ ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു ലീവുള്ള ദിവസം തന്നെയാണ് കേട്ടോ പോയത്. പക്ഷെ അന്ന് വലിയ തിരക്കും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഉള്ളിൽ തന്നെ കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. കാരണം ചുറ്റിലും മരങ്ങൾ, ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് വരുന്നത്. ഞങ്ങൾ വന്നത് ബാക്ക് സൈഡ് കൂടെ ആണെങ്കിൽ ഇറങ്ങിയത് ഈ ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നടന്ന് കയറുമ്പം തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളൊന്ന് റിലാക്സ് ആവും ഈ ഒരു ആൽത്തറയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്, ഒന്ന് പോയി നോക്കണം. ഈ 3 അമ്പലങ്ങളും ഒരുമിച്ച് തന്നെ ദർശിക്കണം. ഇങ്ങനെ റോഡുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാം. ഇവിടുന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ മാത്രമാണ് ഇവിടേക്ക് നടക്കാനുള്ളൂ. ഇഷ്ടംപോലെ ബസ്സുകളും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളും ബസ്സും ട്രെയിനിനാണ് പോയിട്ടുള്ളത്.